ദഹന സംബന്ധമായ ഒരസുഖമാണ് മലബന്ധം. കൃത്യമായി ദിവസേന വയറ്റിൽ നിന്നും പോകാതിരിക്കുന്നത് ഭാവിയിൽ മൂലക്കുരു പോലുള്ള അസുഖങ്ങളുടെ സാധ്യത കൂട്ടുന്നതിന് കാരണമാകും. നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങൾ കൃത്യമായി ദഹിക്കുകയും മലദ്വാരത്തിൻ്റെ ചലനം കൃത്യമായി നടക്കുകയും ചെയ്താൽ മലബന്ധം ഇല്ലാതാക്കുവാൻ സാധിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, മലബന്ധം ഒഴിവാക്കാനായി ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ട ഭക്ഷണങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണേ. 1. ആപ്പിൾ. ആപ്പിളിൽ നാരുകൾ ധാരാളം അടങ്ങിയിരിക്കുന്നു. അതിനാൽ ഇത് മലബന്ധമില്ലാതാക്കുന്നതിന് സഹായിക്കും. ആപ്പിളിൽ ദഹിക്കുന്നതും ദഹിക്കാത്തതുമായ നാരുകൾ അടങ്ങിയിരിക്കുന്നു. ഈ രണ്ട് നാരുകളും നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ആപ്പിൾ കഴിക്കാൻ തിരഞ്ഞെടുക്കുമ്പോൾ അതിൻ്റെ തൊലിയോടുകൂടി തന്നെ ആപ്പിൾ കഴിക്കാൻ ശ്രദ്ധിക്കുക. ആപ്പിളിൻ്റെ തൊലിയിലാണ് നാരുകൾ അമിതമായി അടങ്ങിയിരിക്കുന്നത്. അതിനാൽ മലബന്ധം ഒഴിവാക്കാനായി ആപ്പിൾ കഴിക്കുന്നവർ തൊലിയോട് കൂടെ ആപ്പിൾ കഴിക്കാൻ ശ്രമിക്കുക. 2. ഉണക്കമുന്തിരി. നിങ്ങൾക്ക് വയറ്റിൽ നിന്നും പോകാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഉണക്കമുന്തിരി കഴിക്കാവുന്നതാണ്. രാത്രിയിൽ ഉണക്കമുന്തിരി കുറച്ച് വെള്ളത്തിലിട്ട് കുതിർത്ത് വയ്ക്കുക. അതിനുശേഷം ഈ ഉണക്കമുന്തിരി എന്നും രാവിലെ വെറും വയറ്റിൽ കഴിക്കുന്നത് മലബന്ധം ഒഴിവാക്കാൻ സഹായിക്കും. 3. ഫ്ലാക്സ് സീഡ്. ദഹനം നല്ല രീതിയിൽ നടക്കാൻ ഫ്ലാക്സ് സീഡ് കഴിക്കുന്നത് വളരെ നല്ലതാണ്. ദഹനത്തിന് മാത്രമല്ല, മലബന്ധമില്ലാതാക്കാനും ഇത് സഹായിക്കുന്നു. ഇതിൽ ധാരാളം നാരുകളും കാണപ്പെടുന്നു. കൂടാതെ ഫ്ലാക്സ് സീഡ് വെള്ളത്തെ വലിച്ചെടുത്ത് ഇത് ഒരു ജെൽ പരുവത്തിലാവുകയും ഇത് മലം സ്മൂത്തായി പോകാൻ സഹായിക്കുകയും ചെയ്യും. ഇതിനായി 1-2 ടേബിൾ സ്പൂൺ ഫ്ലാക്സ് സീഡ് നിങ്ങളുടെ ഡെയിലി ഡയറ്റിൽ ഉൾപ്പെടുത്തുക. 1-2 ടേബിൾ സ്പൂൺ ഫ്ലാക്സ് സീഡ് വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം ആ വെള്ളം നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഫ്ലാക്സ് സീഡ് പൗഡർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് കുടിക്കാവുന്നതാണ്. സാലഡുകളിലും സ്മൂത്തികളിലുമൊക്കെ ഫ്ലാക്സ് സീഡ് ചേർത്ത് കഴിക്കാവുന്നതാണ്. 4. ദഹിക്കുന്ന കൊഴുപ്പുകൾ. ആരോഗ്യപ്രദമായ അൺസാച്ചുറേറ്റഡ്, മോണോസാച്ചുറേറ്റഡ്, പോളി അൺസാച്ചുറേറ്റഡ് കൊഴുപ്പുകൾ അടങ്ങിയ ആഹാരം കഴിക്കുകയാണെങ്കിൽ മലബന്ധം കുറയ്ക്കാൻ ഇത് സഹായിക്കും. ഇവ ദഹന പ്രശ്നങ്ങൾ ഇല്ലാതാക്കുന്നതിനും അതുപോലെ വയറ്റിൽ നിന്നും മലം നല്ല സ്മൂത്തായി പോകുന്നതിനും സഹായിക്കും. ഹെൽത്തി ഫാറ്റ്സായ ഒലീവ് ഓയിൽ, അവഗാഡോ, നാളികേരം, നെയ്യ്, നട്ട്സ്, സീഡ്സ് എന്നിവയെല്ലാം മലബന്ധമുള്ളവർ ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ല ദഹനത്തിനും അതുപോലെ മലബന്ധം പൂർണ്ണമായും മാറുന്നതിനും സഹായിക്കുകയും ചെയ്യും. 5. പച്ചക്കറികൾ. വ്യത്യസ്ത നിറത്തിലുള്ള പച്ചക്കറികൾ ദിവസേന ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ല ദഹനം നടക്കുന്നതിനും അതുപോലെ മലബന്ധം കുറയ്ക്കുന്നതിനും സഹായിക്കും. ചീര, ബ്രൊക്കോളി, മുരിങ്ങയില, ബീൻസ്, കാബേജ്, വെണ്ടയ്ക്ക തുടങ്ങിയ പച്ചക്കറികളും ഇലക്കറികളുമെല്ലാം ഡെയിലി ഡയറ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഇവയിൽ ധാരാളം വൈറ്റമിൻസും അടങ്ങിയിരിക്കുന്നു. ഇത് മലബന്ധം കുറയ്ക്കാൻ സഹായിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, ഈ പറഞ്ഞ ഭക്ഷണങ്ങളെല്ലാം ഡെയിലി ഡയറ്റിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ മലബന്ധം എന്ന പ്രശ്നം എന്നേക്കുമായി നിങ്ങൾക്ക് ദൂരീകരിക്കാൻ സാധിക്കും. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യാൻ മറക്കില്ല. ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക്